വൈ ഓസ്ട്രേലിയ? ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്തു എന്ന് കേട്ടപ്പോഴേ എല്ലാവരും ആദ്യം ചോദിച്ച ചോദ്യമാണ് എന്തുകൊണ്ട് ഓസ്ട്രേലിയ തിരഞ്ഞെടുത്തു. ഞാൻ പ്രധാനമായിട്ടും ഓസ്ട്രേലിയ തിരഞ്ഞെടുത്തത് 3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തേത് സാലറി. UK ഞാൻ ഓസ്ട്രേലിയയിലേക്ക് 2023 വരുമ്പോൾ എൻ്റെ സാലറി 13.12 പൗണ്ട് ആയിരുന്നു. ഓസ്ട്രേലിയയിൽ 8 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു നഴ്സിൻ്റെ ആവറേജ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $50 per hour ആണ്. അതായത് ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ വിക്ടോറിയയിൽ കമ്പാരിറ്റീവ്ലി സാലറി കുറവ് കൊടുക്കുന്ന സ്ഥലമാണ്. ക്വീൻസ്ലാൻഡിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നഴ്സിന് സാലറി വരുന്നത്. അപ്പം അത് 50+ ആണ്. പക്ഷേ ഇതിൻ്റെ ആവറേജ് സാലറി നോക്കുമ്പോൾ $50 per hour ആണ്. $50 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 25 pound per hour വരും. സെക്കൻഡ് റീസൺ ആണ് നേഴ്സ് പേഷ്യൻ്റ് റേഷ്യോ. UK ഞാൻ 8 to 12 പേഷ്യൻസിനെയാണ് ലുക്ക് ആഫ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത്. വിൻ്റർ പ്രഷർ ആവുന്നതോടുകൂടി 14 to 16 വരെയൊക്കെ പോയിട്ടുണ്ട് പേഷ്യൻ്റ് റേഷ്യോ. അത് ശരിക്കും സ്ട്രെസ്ഫുൾ ആണ്, നമുക്കും സ്ട്രെസ്ഫുൾ ആണ്, അതേപോലെ തന്നെ പേഷ്യൻസിനും സ്ട്രെസ്ഫുൾ ആണ്. അപ്പം ആൾക്കാർ ചോദിക്കും ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കർ ഇല്ലേന്ന്. ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കർ ഇല്ലാതെ ഒരുപാട് ഷിഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. കാരണം എവിടെയെങ്കിലും 1:1 ഒക്കെ വന്നു കഴിയുമ്പോഴത്തേനും ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കറിനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും 1:1 നോക്കാനായിട്ട്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും നഴ്സുമാർ തന്നെ ലുക്ക് ആഫ്റ്റർ ചെയ്യേണ്ടി വരും ഹോൾ പേഷ്യൻസിനെ. അപ്പോൾ അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. പക്ഷേ ഇവിടെ വിക്ടോറിയയിൽ ഞാൻ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗ് ഷിഫ്റ്റിനും ഈവനിങ് ഷിഫ്റ്റിനും 4 പേഷ്യൻസിന് വീതവും നൈറ്റ് ഷിഫ്റ്റിന് 7 to 8 പേഷ്യൻസിനെയാണ് ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നത്. ഇനി ക്വീൻസ്ലാൻഡിലൊക്കെ ഉള്ള എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് അവർക്ക് മോർണിംഗ് ഷിഫ്റ്റിന് 4 പേഷ്യൻസും ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആകുമ്പോൾ 6 പേഷ്യൻസും നൈറ്റിൽ 7 to 8 പേഷ്യൻസിനും കിട്ടാറുണ്ടെന്ന്. അപ്പം മെൻഷൻ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്യണം. ഇവിടെ ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കേഴ്സ് എല്ലാ ഷിഫ്റ്റിലും ഒന്നും അവൈലബിൾ അല്ല. ഞങ്ങൾക്ക് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗ് ഷിഫ്റ്റിൽ സാധാരണ റൂസോൺ ഉണ്ടാവും. റൂസോൺ എന്നാണ് ഇവിടുത്തെ ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കറിനെ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും നമ്മുടെ നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ് റൂസോൺ ആയിട്ട് വരുന്നത്. സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയർ പഠിക്കുന്ന നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ് റൂസോൺ ആയിട്ട് വരുന്നത്. അപ്പോൾ അവർ നമ്മുടെ വാഷിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലും മോർണിംഗ് ഷിഫ്റ്റിലാണ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാവാറുള്ളത്. UK ഞങ്ങൾക്ക് 24 പേഷ്യൻസിന് മിക്കപ്പോഴും 2 നഴ്സുമാരും ഒരു ഇൻചാർജുമാണ് ഉണ്ടാവാറുള്ളത്. ഇവിടെ 24 പേഷ്യൻസിന് ഫ്ലോറിൽ 6 നഴ്സുമാരും +1 ഇൻചാർജാണ് ഉള്ളത്. അപ്പോൾ ഈ 6 നഴ്സുമാർ തന്നെ ടീമായിട്ടാണ് അവർ ഇട്ടേക്കുന്നത്. 2 പേര് വീതം ടീമായിട്ടിടും. അപ്പോൾ നമ്മുടെ പേഷ്യൻസിന് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിയുമ്പോൾ എസ്പെഷ്യലി പേഷ്യൻറ്റിനെ ടേൺ ചെയ്യാനോ അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാനോ ഒക്കെ നമുക്ക് ഒരാളുടെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടീം നഴ്സിൻ്റെ ആണ് ഹെൽപ്പിന് വിളിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കർ ഇല്ലാത്ത ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്തില്ല. കാരണം നമ്മൾ തനിയല്ല ചെയ്യുന്നത്, നമുക്ക് എപ്പോഴും ഹെൽപ്പ് അവൈലബിൾ ആണ്. ഇനി അടുത്തൊരു അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇപ്പം ഞാൻ ഓർത്തോപീഡിക് വാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ UK ഓർത്തോപീഡിക് വാർഡിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് സർജിക്കൽ പേഷ്യൻസിനെയും മെഡിക്കൽ പേഷ്യൻസിനെയും ട്രോമ പേഷ്യൻറ്റിനെയും ഒക്കെ കിട്ടും. അപ്പോൾ അതിൽ തന്നെ ഡിമെൻഷ്യ അല്ലെങ്കിൽ കൺഫ്യൂഷനുള്ള പേഷ്യൻ്റ്, ഡെലിവറി ഉള്ള പേഷ്യൻസിനൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻറ്റിനെ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ പേഷ്യൻ്റ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആയിരിക്കും, അല്ലെങ്കിൽ 3:1 ആയിരിക്കും. ഇനി നമുക്കൊരു 4 പേഷ്യൻറ്റിനെ തന്നെ ലുക്ക് ആഫ്റ്റർ ചെയ്യണം എന്നാണെങ്കിൽ നമുക്കൊരു CPO ഉണ്ടായിരിക്കും. ഈ കൺഫ്യൂസ്ഡ് പേഷ്യൻറ്റിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യാനായിട്ട് ഒരു ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കർ പോലെ തന്നെ ഒരു പൊസിഷൻ ഉണ്ട്. അതിന് CPO എന്ന് പറയും. അപ്പോൾ CPO അവർ കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യൻറ്റിനെ 1:1 നോക്കി വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ബാക്കിയുള്ള നഴ്സിംഗ് കെയർ ഒക്കെ നോക്കിയാൽ മതി. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. തേർഡ് പോയിന്റ് ആണ് വീട് മേടിക്കാനായിട്ട് നല്ലൊരു സ്ഥലമാണ് ഓസ്ട്രേലിയ. കാരണം നമുക്ക് വീട് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള വീട് വേണം, അല്ലെങ്കിൽ വീടും ഫാം ലാൻഡും കൂടെ മേടിക്കണം. അതും അല്ലെങ്കിൽ വീടും കുറച്ച് ലാൻഡ് ഏരിയയൊക്കെ പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ട് കുറച്ച് ബാക്കിയാടൊക്കെ ഉള്ള വീട് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഓസ്ട്രേലിയ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ UK ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റാച്ച്ഡ് ഹൗസുകളായിരുന്നു. അവിടെ ശരിക്കും പിള്ളേർക്കൊന്നും ഓടി കളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കാരണം തൊട്ടിപ്പുറത്ത് ഇങ്ങനെ മുട്ടി വീടുകളുള്ളത് കൊണ്ട് ഒച്ച വയ്ക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഓടി കളിക്കാനോ ഒന്നും പറ്റുമായിരുന്നില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ പ്രൈവസി, നമ്മുടെ ആ മതിൽക്കെട്ടിനകത്ത് നമ്മുടേതായ പ്രൈവസി ഉണ്ട്. നമ്മുടെ ബാക്ക് യാർഡിൽ പിള്ളേർക്ക് കളിക്കാൻ ഇഷ്ടംപടി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ കുറച്ച് ഫ്രീഡത്തോടെ ഓടി കളിക്കാനും ഒച്ച വെക്കാനും ഒക്കെ പറ്റിയ ഒരു എൻവയറമെൻറ്റ് ഉള്ള വീടും സ്ഥലമൊക്കെ ആയിട്ട് മേടിക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഒത്തിരി സിറ്റി ഏരിയയിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവരുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. കുറച്ച് റീജിയണൽ ആയിട്ടുള്ള ഏരിയയിൽ വീടും ഫാം ലാൻഡും കൂടെ ഒക്കെ മേടിച്ച്, അല്ലെങ്കിൽ വീടും ലാൻഡും കൂടെ ഒക്കെ മേടിച്ച് മാറി താമസിക്കണം എന്നുള്ളൊരു കാര്യമാണ്. ഫ്ലാറ്റിലൊന്നും അങ്ങനെ പറ്റുമായിരിക്കത്തില്ല. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ. വീഡിയോ ഫുള്ളായിട്ടും കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.